കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു. കേരളത്തിലെ ആതുര സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹ്യ സേവന രംഗത്തും വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകുന്ന ക്രൈസ്തവ സമൂഹം നേരിടുന്ന പ്രതിസന്ധികളും കേരളത്തിലെ സാധാരണ കർഷകർ നേരിടുന്ന വെല്ലുവിളികളും പൊതുസമൂഹത്തിന്റെയും ഭരണാധികാരികളെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യത്തോടെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് അവകാശ സംരക്ഷണ ജാഥ നടത്തുന്നത്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വം സംരക്ഷിക്കുക, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുക, വന്യമൃഗങ്ങളുടെ ആക്രമണവും തെരുവുനായ ശല്യവും പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക, കർഷകർക്ക് ദ്രോഹകരമായ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച പരിഹരിക്കാൻ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തി കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി സംഘടിപ്പിക്കുന്ന യാത്ര 21-ാം തീയതി ചൊവ്വാഴ്ച പാലാ രൂപതയിൽ എത്തിച്ചേരും. നമ്മുടെ പാലായില് അരുവിത്തറയിൽ 2 മണിക്ക് ജാഥ എത്തിച്ചേരും. അവിടെ ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നു 21-ാം തീയതി ചൊവ്വാഴ്ച. അതിനുശേഷം അരുവിത്തറയിൽ നിന്നും രാമപുരത്ത് 3 മണിക്ക് എത്തിച്ചേരും. അവിടെ വലിയ സ്വീകരണം ജാഥയ്ക്ക് നൽകുന്നു. അതിനുശേഷം അവിടുന്ന് 100 ബൈക്കുകളുടെ അകമ്പടിയോടെ രാമപുരത്ത് നിന്ന് പാലാ ലാലംപള്ളി ജംഗ്ഷനിൽ 21-ാം തീയതി ലാലം പാലം ജംഗ്ഷനിൽ 21-ാം തീയതി ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് ജാഥ എത്തിച്ചേരും. അവിടുന്നും വലിയ നമ്മളുടെ രൂപതയിലുള്ള വിവിധ പള്ളികളിൽ നിന്നുള്ള പ്രതിനിധികളോടൊപ്പം ജാഥയ്ക്ക് സ്വീകരണം നൽകുകയും ജാഥ കുരിശുപള്ളി കവലയിൽ 5 മണിക്ക് എത്തിച്ചേർന്ന് അവിടെ പൊതുസമ്മേളനം നടക്കും. പൊതുസമ്മേളനം നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉദ്ഘാടനം ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നും പാലാ രൂപതയിലേക്ക് പ്രവേശിക്കുന്ന ചെമ്മലമറ്റത്ത് രൂപതാ ഭാരവാഹികൾ ജാഥയെ സ്വീകരിക്കും. തുടർന്ന് അരുവിത്ര രാമപുരം ഫൊറോനകളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 4:30 പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം ജംഗ്ഷനിലെത്തും. നിരവധി ആളുകൾ പങ്കെടുക്കുന്ന റാലി കുരിശുപള്ളി കവലയിൽ എത്തിയതിനു ശേഷം നടക്കുന്ന സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പൗരന്റെ അവകാശം നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താതെ പൂഴ്ത്തിവെച്ചിരിക്കുന്നു. മറ്റു പല റിപ്പോർട്ടുകളും അതിവേഗം പരസ്യപ്പെടുത്തി അതിൻ്റെ നടപടിക്രമങ്ങൾ സ്വീകരിച്ചപ്പോഴും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് മാത്രം പൂഴ്ത്തിവെക്കാൻ എന്താണ് ഇത്ര താല്പര്യം? അതറിയാനുള്ള അവകാശം, അത് നടപ്പാക്കപ്പെടുവാനുള്ള അവകാശം അതിനോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളുടെയും റൈറ്റ് തന്നെയാണ്. അതുപോലെ മതേതരത്വം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ഒരവകാശമാണ്, പൗരാവകാശമാണ്. എന്നാൽ ഇന്ന് ഭാരതത്തിൽ മതങ്ങളുടെ വേഷം ധരിച്ചുകൊണ്ട് പുരോഹിതന്മാർക്കോ സന്യാസിനികൾക്കോ നടക്കാൻ വയ്യാത്ത വിധത്തിലുള്ള വർഗീയത എവിടെയൊക്കെയോ വളർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന നൽകുന്ന ഈ അവകാശം നിഷേധിക്കപ്പെടുന്നു, പച്ചയായിട്ട് നിഷേധിക്കപ്പെടുന്നു. 24-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജാഥ സമാപിക്കും. വാർത്താ സമ്മേളനത്തിൽ രൂപതാ പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി, ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നൽ, രൂപതാ ജനറൽ സെക്രട്ടറി ജോസ് വട്ടുകുളം, ജോയി കണിപ്പറമ്പിൽ, അഡ്വക്കേറ്റ് ജോൺസൺ വീട്ടിയാങ്കൽ, രാജേഷ് പാറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു.